രണ്ട് മുസ്ലിം യുവാക്കളെ ഗോരക്ഷാസേന പഹൽഗാം ഭീകരാക്രമണത്തിന് ബദലായി കൊന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത യു പിയിൽ നിന്നും വരികയാണ്. ജയ് ശ്രീറാം, ജയ് മോദി. ഇത് നമ്മുടെ ആരിഫ് സാറിന്റെ പേജാണ്. ഇദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയാണ്. ഇപ്പോൾ ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന ഇദ്ദേഹത്തിന്റെ ആ സത്യം യു പിയിലെ ഗോരക്ഷാസേന മനസ്സിലാക്കിയിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ സംഘികൾക്കും ക്രിസംഘികൾക്കും മുസ്ലിങ്ങളെ പേടിയായതുകൊണ്ടാണോ എന്തോ ഒന്നും അറിയില്ല, അവർ ഇതുവരെ മുസ്ലിങ്ങളെ കൊന്നിട്ട് ഇന്ത്യ ശുദ്ധീകരിക്കുന്ന പരിപാടി അവർ തുടങ്ങിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ताजनगरी आगरा में 2 कटुए मारे गए। छत्री गोरक्षा दल इसकी जिम्मेदारी लेता है और भारत माता की सौगंध 26 का बदला अगर 2600 से ना लिया तो मैं भारत माता का पुत्र नहीं। जय श्री राम, जय हिंदू राष्ट्र, भारत माता की जय. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മനസ്സിലാവാത്തവർക്കായിട്ട് പഹൽഗാമിൽ 26 ഹിന്ദുക്കളെ കൊന്നതിന് പകരമായി 260 മേത്തപ്പന്നികളെ കൊന്ന് അവരുടെ രക്തം കൊണ്ട് ഭാരതമാതാവിനെ കുളിപ്പിച്ച് ശുദ്ധീകരിക്കുമെന്നാണ് നമ്മുടെ പ്രിയങ്കരനായ ഗോരക്ഷാ സൈനികൻ പറയുന്നത്. ഇതുതന്നെയാണ് ആരിഫ് സാറും രവിചന്ദ്രൻ സാറും ഒക്കെ പറയുന്നത്. ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ്. അവരൊന്നുകിൽ രവിചന്ദ്ര സാറിന്റെ എസൻസിലേക്ക് മതം മാറുക, അല്ലെങ്കിൽ കാസക്കാരുടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറുക, അല്ലെങ്കിൽ യൂറോപ്പിൽ 16-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും രണ്ട് മുറിയണ്ടികളാണ്. മൊത്തം കൊന്നു, ഒരെണ്ണം ബാക്കിയാവാതെ കൊന്ന്, അല്ലെങ്കിൽ മതം മാറ്റി യൂറോപ്പ് ശുദ്ധീകരിച്ചു. അതേപോലെ ഇന്ത്യയിലും ഞങ്ങൾ ചെയ്യും. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. പട്ടാളവും സൈന്യവും ഒക്കെ ഞങ്ങളുടെ കയ്യിലാണ്. ബാബരി മസ്ജിദ് തകർത്തു, ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നു, ഒരു കോടതി ഞങ്ങളെ ശിക്ഷിച്ചില്ല. മാത്രമല്ല ഞങ്ങൾക്ക് ഇന്ത്യക്കാർ അധികാരം തന്ന് അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മേത്തപ്പന്നികൾ തങ്ങളുടെ മതഭ്രാന്ത് വിട്ടിട്ട് ഒന്നുകിൽ നരേന്ദ്രമോദിയുടെ, രവിചന്ദ്രൻ സിയുടെ, ആരിഫ് സാറിന്റെ RSSലേക്ക് വരിക, അല്ലെങ്കിൽ ലോകത്ത് വളരെ സമാധാനമായിട്ട് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ മേത്തപ്പന്നികളെ കൊന്ന ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരിക. രവീന്ദ്രൻ സാറിന്റെയും ജാമിദ ടീച്ചറുടെയും മറുനാടൻ മലയാളിയുടെയും ABC ചാനലിന്റെയും ആരിഫ് സാറിന്റെ ചാനലിന്റെയും ഒക്കെ കണ്ടന്റ് കണ്ടാൽ, വാർത്തകൾ കണ്ടാൽ ലോകത്ത് ഒരേ ഒരു പ്രശ്നം ഇസ്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് ഞാൻ മുസ്ലിങ്ങളോട് താക്കീത് ചെയ്യുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാം വിട്ട് രവിചന്ദ്രൻ സാറിന്റെയോ കാസൻ ക്രിസ്ത്യാനികളുടെയോ മതത്തിലോട്ട് മാറുക, അല്ലെങ്കിൽ ചാവാൻ തയ്യാറാവുക. അപ്പോൾ ശരി. ഇത് നമ്മുടെ ഗോരക്ഷാ സേനയുടെ പേജാണ്. ഇതിൽ അദ്ദേഹം തോക്കൊക്കെ എടുത്ത് കാണിക്കുന്ന സ്റ്റാറ്റസ് കാണാം. ആ ഉണ്ടയിലാന്ന് തോന്നുന്നു 2 മേത്തപ്പന്നികളെ തീർത്തത്. അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ എങ്ങാണ്ടോ കയറുന്നുണ്ട്. അതിപ്പോ എന്തായാലും ഇറങ്ങി പോരും. മാലയിട്ടൊക്കെ സ്വീകരിക്കേണ്ട ആളാണ്. കണ്ട ആ കണ്ണടി, ഇതാണ് 2 മേത്തപ്പന്നികളെ കൊന്ന സന്തോഷം ആ മനുഷ്യ മുഖത്തുണ്ട്. ഇത് കണ്ട മേത്തപ്പന്നി കരയുന്നത്. ഗോമാതാവിനെ വെട്ടിയിട്ട് അതിൽ കുരുമുളക് പുരട്ടി ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങ് കഴിക്കുക. നമ്മുടെ മാതാവിനെ വെട്ടി അതിൽ കുരുമുളക് വിട്ട് പുരട്ടിയാൽ നമ്മൾ സഹിക്കോ? ഇല്ലല്ലോ. കൊടുക്കടി, അടിക്കൊടുക്ക്. ആരിഫ് സാറിന്റെയും രവി സാറിന്റെയും ഒക്കെ പ്രസംഗം കേട്ട് സത്യം തിരിച്ചറിഞ്ഞവരാണ് ഇവർ. യൂറോപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ, യൂറോപ്പിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ മൊത്തം കൊന്നിട്ട് ക്ലീൻ ചെയ്തു 16-ാം നൂറ്റാണ്ടിൽ. ഒരൊറ്റ മുസ്ലിമിനെ അവശേഷിപ്പിച്ചില്ല. അതേപോലെ ഇന്ത്യയിലും മുസ്ലിങ്ങളെ മൊത്തം കൊന്നു തീർക്കണം. ഇത് കണ്ടോ, ഒരു മേത്തപ്പന്നിയുടെ വണ്ടി നമ്മുടെ സ്വതന്ത്ര ചിന്തകരായ ഗോരക്ഷ സൈനികർ അടിച്ച് തകർക്കുകയാണ്. ഇതിനവർ ശമ്പളം ഒന്നും വാങ്ങുന്നില്ല കേട്ടോ, ഫ്രീയാ. ഇതൊക്കെയാണ് ജനസേവനം. മേത്തപ്പന്നി കരയുന്നത് കണ്ടില്ലേ? ഇത്രമാത്രം സുന്ദരമാണ് ഈ കാഴ്ചകൾ. കേരളത്തിൽ BJP അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലും കാണാമായിരുന്നല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ആരിഫ് സാറും രവി സാറും ഒക്കെ
അഹോരാത്രം പരിശ്രമിക്കുന്നത്. ഇവിടെയും ഒരു മേത്തപ്പന്നി അടിച്ച് കൊല്ലുന്നുണ്ട്. ഇഷ്ടി കൊണ്ടൊക്കെയാണ് അടിക്കുന്നത് മേത്തപ്പന്നീനെ. എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്യണം കേട്ടോ. മനോജ് ചൗധരി ഗൗ രക്ഷ QP. ഇഷ്ടി കൊണ്ടൊക്കെയാണ് അടിക്കുന്നത്. എന്താ ഇങ്ങനെ വേണം മേത്തപ്പന്നികൾ അടിച്ച് കൊല്ലാൻ. ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡറിൽ വെച്ചിട്ട് മാംസം കൊണ്ടുപോകുന്ന ഒരു മേത്തപ്പന്നിയെ പിടിച്ചതാണെന്നാണ് മനസ്സിലാകുന്നത്. കൈന്റെ വിരലുകളൊന്നുമില്ല മേത്തപ്പന്നിക്ക്. नाशिक इथून मी दिलेली नाशिकला ना, नाशिकला